പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ പറഞ്ഞതുപോലെ നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി ഇപ്പോൾ മുന്നിലേക്ക് പോയിരിക്കുകയാണ് ദേവബാലയും അച്ഛനും. ഇതിൻ്റെ ഭാഗമായി എത്രയും പെട്ടെന്ന് തന്നെ അഭിഷേകിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് വ്യക്തമാക്കുകയും പ്രമീളയോട് ഞങ്ങളിവനെ കൊണ്ടുപോയി കാണിച്ചതിന് ശേഷം കൊണ്ടുവരാമെന്ന് വ്യക്തമാക്കി കയറ്റുകയും ചെയ്തിരിക്കുകയാണ് ആംബുലൻസിൽ. നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് മോളെ, വേഗം പോകാം. ശരി അച്ഛാ, അങ്ങനെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് ദേവബാലയും കാര്യങ്ങൾ വിജയിച്ചു എന്ന് കരുതി ഇരിക്കുകയാണ്. ആംബുലൻസ് സ്റ്റാർട്ടാക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി അവിടേക്ക് ഇപ്പോൾ ഇഷ കയറി വരുന്നത്. അപ്രതീക്ഷിതമായ ഈ വരവ് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ. കാര്യങ്ങൾ കൈവിട്ട് പോയോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് നോക്കുകയും ചെയ്യുന്നു. നിർത്ത്, അബിയെ പുറത്തിറക്ക്. എന്ത്? ഇത് പുലിവാലാകുമല്ലോ. ഇത് കാണുന്ന ദേവബാല പുറത്തേക്ക് ഇറങ്ങുകയും അബിയെ എന്തിനു പുറത്തേക്ക് ഇറങ്ങണം? നീയാരാ ഇതൊക്കെ ഞങ്ങളോട് ചോദിക്കാൻ? മനസ്സിലായില്ല. നീയും അബിയും തമ്മിൽ എന്താ ബന്ധം? അതൊന്നും നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. അബിയെ പുറത്തിറക്കാൻ പറഞ്ഞാൽ പുറത്തിറക്കണം, മനസ്സിലായോ? ഒന്ന് പോടി, നിന്റെ വിരടലൊന്നും എന്നോട് വേണ്ട. ഇതോടെ ദേവബാലയുടെ കയ്യിൽ കയറി പിടിക്കുന്ന ഇഷ, അബിയെ കണ്ടിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂ. നീ അബിയെ ശ്വാസം മുട്ടിച്ച് മിണ്ടാതെ കിടത്തുന്നത് ഞാൻ കണ്ടതാ. അതുകൊണ്ട് തന്നെ നീ ഇനി ഇടപെടേണ്ട. ഇല്ല, അബി നിന്റെ കൂടെ ഒന്നും വരില്ല. അബി എൻ്റെ ഭർത്താവാണ്. അവൻ്റെ കാര്യങ്ങൾ ഞാനാണ് നോക്കുക. അത് നീ മാത്രം പറഞ്ഞാൽ മതിയോ? ആൻറ്റി, ദേ അബിയെ പുറത്തിറക്കാൻ പറ. ഇവർ അബിയെ ഇവിടെ നിന്ന് മാറ്റാനാ ശ്രമിക്കുന്നേ. ഇത് കണ്ട് പ്രമീള ആകെ ഞെട്ടിപ്പോകുന്നു. എന്നാൽ ദേവരാജൻ, നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, പോ. നിനക്ക് ഇവിടെ യാതൊരു സ്ഥാനവും ഇല്ലാത്തതാ. പിന്നെ എന്തിനാ നീ ഇവിടേക്ക് വന്നത്? പൊക്കോ, നീ ഇവിടെ ഉള്ള ആളല്ല. അതുകൊണ്ട് നിനക്കിവിടെ യാതൊരു അവകാശവുമില്ല. നിങ്ങളെന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? വണ്ടി എടുക്കടോ. ഇതോടെ ഡ്രൈവർമാർ പോകുമ്പോൾ അനങ്ങി പോകരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. ദേ, ഞാൻ പറയാതെ ഇവിടെ നിന്ന് പുറത്തു പോയാൽ അതിനുള്ള പരിണിത ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതോടെ അവരൊക്കെ ആകെ ഒന്ന് ഞെട്ടിയിരിക്കുകയാണ്. ഇതിനിടയിൽ പ്രമീളയ്ക്ക് ചതി മനസ്സിലാവുകയും പ്രമീള, മാഷേ, മതി മാഷിൻ്റെ ചതി എന്ന് വ്യക്തമാക്കുകയും അബിയെ പുറത്തിറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ ഒടുവിൽ അബി പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇത് കാണുന്ന ദേവബാല ആകെ ഞെട്ടിപ്പോയതിനെ തുടർന്ന്, അബി, ഇവരെന്നെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ ശ്രമിച്ചതാ. എനിക്ക് ഇവരുടെ കൂടെ പോകണ്ട. എൻ്റെ ജീവന് ഭീഷണിയുണ്ട്. വാ അബി, എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് പോകാം എന്ന് വ്യക്തമാക്കുന്ന ഇഷ. ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ ഉടൻ തന്നെ അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചന്തുവിനോട്. ഇതോടെ പെട്ടുപോവുകയാണ് ദേവബാലയും ദേവരാജനും. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.